ലോക്സഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികളുമായി കോൺഗ്രസ് നടത്തിയ പ്രാഥമിക ഉഭയകക്ഷി ചർച്ച പരാജയം. മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായും നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. രണ്ടാം സീറ്റ് ആവശ്യത്തിൽ കേരള കോൺഗ്രസുമായി മാർച്ച് 3-ന് വീണ്ടും ചർച്ച നടത്തും. സീറ്റ് വിഭജനം സംബന്ധിച്ച് തുടർ ചർച്ച വേണമെന്ന് ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും കക്ഷികൾക്ക് അധിക സീറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാൻ കഴിയില്ലെന്ന് ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ചർച്ച ഉണ്ടാവും. അതിൻ്റെ സമയവും സ്ഥലമൊക്കെ അവർ പറയും. കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയില്ല, കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ. ആ ചർച്ച പൂർത്തിയായിട്ടില്ല. ആ ചർച്ച ഞങ്ങളെ പാർട്ടി ലീഡർഷിപ്പിനെ തങ്ങളെയൊക്കെ അറിയിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. രണ്ടാം റൗണ്ട് ചർച്ച ആവശ്യമുണ്ട്. 2 സീറ്റ് വേണമെന്നുള്ള കേരള കോൺഗ്രസിൻ്റെ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് ഞങ്ങൾ ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. ചർച്ച ഇനി 9-ാം തീയതി 3-ാം തീയതി വീണ്ടും ഇവിടെ വെച്ച് ചർച്ച ചെയ്യും. UDF ഉഭയകക്ഷി ചർച്ചയിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അധിക സീറ്റ് ആവശ്യപ്പെട്ടെന്ന് രമേശ് ചെന്നിത്തല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഘടകകക്ഷികളെ അറിയിച്ചു. ലീഗുമായും കേരള കോൺഗ്രസുമായും ഇനിയും ചർച്ച നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. ലീഗും കേരള കോൺഗ്രസും ഓരോ സീറ്റുകൾ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീറ്റുകൾ കൂടുതൽ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. കാരണം അവർക്ക് സീറ്റ് ചോദിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെതായ സീറ്റുകൾ കൊടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും വളരെ സമാധാനപരമായിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. അടുത്ത മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച ഇനി 1-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കും. ആസിഫ് മുഹമ്മദുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആസിഫ്, ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട് മറ്റ് ഘടകകക്ഷികൾക്ക്. എന്താണ് രമേശ് ചെന്നിത്തലയും നേതാക്കന്മാരും പ്രതികരിച്ചത്? നിയാസ്, ഇന്ന് രാവിലെ മുതലാണ് കോൺഗ്രസ് നേതാക്കൾ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചത്. ഇതിൽ RSPയുമായുള്ള ചർച്ച പെട്ടെന്ന് തന്നെ അവസാനിച്ചു. RSPക്ക് കൊല്ലം സീറ്റ് തുടർന്ന് നൽകാൻ തീരുമാനമാകുകയും അതിൽ അവർ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ RSPക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീടായിരുന്നു മുസ്ലിം ലീഗുമായുള്ള ചർച്ച. മുസ്ലിം ലീഗ് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, തങ്ങൾക്ക് 3 സീറ്റ് വേണമെന്നാണ് തങ്ങളുടെ പാർട്ടിയുടെ അവകാശവാദം. തങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. അത്രത്തോളം MLA-മാരുള്ളൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. പാർട്ടിയുടെ താഴെത്തട്ടിൽ നടക്കം അത്തരത്തിലൊരു ആവശ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ പോകില്ല എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കി. അതേസമയം അവർ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതി, നിലവിലുള്ള ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഞങ്ങൾ തയ്യാറാകില്ല. അത്തരത്തിൽ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ 3 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കം ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു സൂചനയാണ് മുസ്ലിം ലീഗ് നൽകിയത്. അത് കഴിഞ്ഞായിരുന്നു കേരള കോൺഗ്രസുമായുള്ള ചർച്ച. കേരള കോൺഗ്രസ് 2 സീറ്റ് വിട്ട് കിട്ടണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഇക്കാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ജോസഫ് വിഭാഗം തിരിച്ചെത്തിയതോടുകൂടി തന്നെ ഞങ്ങളുടെ പാർട്ടി വലിയ ശക്തമായ ഒരു പാർട്ടിയായി മാറി. നേരത്തെ ജോസഫ് വിഭാഗം ഇടതുപക്ഷത്തായിരുന്നപ്പോൾ ജോസഫ് വിഭാഗം മത്സരിച്ച് വിജയിച്ച ഒരു സീറ്റായിരുന്നു ഇടുക്കി. ഈ സീറ്റ് ഞങ്ങൾക്ക് അർഹതയുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഞങ്ങൾ മത്സരിച്ച് ജയിച്ച മുകുന്ദപുരം സീറ്റിൻ്റെ ഭാഗമായ ചാലക്കുടി ലഭിക്കണമെന്ന ഒരു ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. ഇടുക്കിയോ ചാലക്കുടിയോ ലഭിക്കണമെന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു മാണി വിഭാഗം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ ബുദ്ധിമുട്ട് അറിയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നേടേണ്ട സാഹചര്യമാണ്. അധിക സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന് കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് അറിയിച്ചത്. എന്നാൽ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ, കേരള കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ നിങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തണമെന്നുള്ള കാര്യവും കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിന് വഴങ്ങുന്ന ഒരു ഘട്ടമില്ല. പിന്നീട് കേരള കോൺഗ്രസ് നേതാക്കളെയും മുസ്ലിം ലീഗ് നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഏകദേശം 10 മിനിറ്റോളം ചർച്ച നടത്തി. അപ്പോഴും അതിനൊരു കൃത്യമായ ധാരണയാകാത്തതിനെ തുടർന്നാണ് കോൺഗ്രസുമായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായും പിന്നീട് വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചത്. 1-ാം തീയതി കോഴിക്കോട് വെച്ചാണ് മുസ്ലിം ലീഗുമായുള്ള ചർച്ച നടത്തുക. അതിനുശേഷം 3-ാം തീയതി UDF ഉഭയകക്ഷി ചർച്ചയിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അധിക സീറ്റ് ആവശ്യപ്പെട്ടെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഘടകകക്ഷികൾ അറിയിച്ചിട്ടുണ്ടെന്നും അധിക സീറ്റ് നൽകാനാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചർച്ച പരാജയമാണ്. ആസിഫ്, കൊച്ചിയിൽ.